നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും പേഷ്യൻസിനെ പുതിയ ഷിഫ്റ്റുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലെ ഇവിടെ ജർമ്മനിയിലും നമ്മൾ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോൾ പുതിയത് വരുന്ന സ്റ്റാഫ്മാർക്ക് നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം, അതായത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കണം. ഇതിനെയാണ് യൂബർ ഗാബെ എന്ന് പറയുന്നത്, ദി യൂബർ ഗാബെ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഈ യൂബർ ഗാബെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അതൊക്കെ ഏതാണെന്നും പിന്നെ അവസാനം ഒരു പേഷ്യന്റിനെ വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ബെഗ്രൂസിങ്. ബെഗ്രൂസിങ് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ്. നമ്മൾ യൂബഗാബെ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളോട് പറയണം ഗുഡ് മോർഗൻ, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ അല്ല കുറച്ച് വൈകിട്ടാണെങ്കിൽ ഗുഡൻ ടാഗ്, ഇഫ് യൂബർ ഗേബെ ഈനൻ. നമ്മൾ റെസ്പെക്റ്റോട് കൂടി പറയണമെന്ന് വെച്ചാൽ ഈനൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ്, നമുക്ക് പരിചയമുള്ള കൊളീഗ്സ് ആവുമ്പോൾ നമുക്ക് ദിയർ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഈ യൂബർ ഗേബെ ഈനൻ ദെയിൻ പർസിയൻറ്റൻ എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റെ പേര് ഏതാണോ അത് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യന്റെ പേര് മ്യുള്ളർ എന്നാണെങ്കിൽ ഗുഡ് മോർഗൻ, ഈ യൂബർ ഗേബെ ദിയ ദെയിൻ പർസിയൻറ്റൻ ഹാവ് മ്യുള്ളർ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയേണ്ടത് പസിയന്റൻ ഇൻഫോർമാസിയോൺ എന്നാണ്, അതായത് പേഷ്യന്റിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. അതിൽ നമുക്ക് പേഷ്യന്റിന്റെ ഏജ് പറയാം, അതുപോലെ തന്നെ പേഷ്യന്റ് എപ്പോഴാണ് അഡ്മിറ്റ് ആയെന്ന് പറയാം, പിന്നെ പേഷ്യന്റിന്റെ ഒരു എന്ത് ഡയഗ്നോസിസ് ആയിട്ടാണ് പേഷ്യന്റ് വന്നത് ആ കാര്യം കൂടി പറയാം. ഇപ്പോൾ ഒരു 70 വയസ്സുള്ള പേഷ്യന്റ് ആണ്, പേഷ്യന്റിന് ഹൈ ബ്ലഡ് പ്രഷർ ആയിട്ടാണ് വന്നേക്കുന്നത്. വന്ന ഡേറ്റ് ഇപ്പോൾ മെയ് 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയും നോക്കാം. Der Patient ist 70 Jahre alt und hat Hochblutdruck. Er wurde am 1. Mai aufgenommen. Aufgenommen എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് അഡ്മിറ്റ് ആയെന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയേണ്ടത് പേഷ്യന്റിന്റെ ആക്ച്വല സുസ്റ്റാൻഡ് ആണ്, അതായത് പേഷ്യന്റിന് ഇപ്പോഴുള്ള കറന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയേണ്ടത്. ഇനി അടുത്തത് നമ്മൾ പറയേണ്ടത് ഇപ്പൊ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. ഹാറ്റ്, ഇപ്പൊ തലവേദന ആണെങ്കിൽ കോപ്ഷ്മാറ്റ്സ് എന്ന് പറയാം. ഇപ്പൊ അവളാണെങ്കിൽ, പെണ്ണാണെങ്കിൽ നമ്മളിങ്ങനെ പറയണം സി ഹാറ്റ് കോപ്ഷ്മാറ്റ്സ്. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയേണ്ടത് മെഡിക്കമെന്റ് ഓൺ ബെഹാൻഡിലും. മെഡിക്കമെന്റ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ്, ബെഹാൻഡിലും എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പേഷ്യന്റിന് പെയിൻ കില്ലർ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ദർ പസിയന്റ് എർഹെയിൽഡ് ഷ്മാറ്റ്സ്മിറ്റൽ എന്ന് പറയാം. അടുത്ത ബെഹാൻഡിലിങ്ങിന്റെ മീനിങ് ഞാൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ പേഷ്യന്റിന് ഒരു ഫിസിയോതെറാപ്പി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും എർ ബെനോട്ടിക് ഫിസിയോതെറാപ്പി, അങ്ങനെ പറയും. ബെനോട്ടിക് എന്ന് പറഞ്ഞാൽ നീഡ് എന്നാണ്, ആവശ്യമുണ്ട് എന്നാണ് ഈ വാക്കിന്റെ മീനിങ്. ഇനി അഞ്ചാമത്തെ സെക്ഷനാണ് ബെസോണ്ടറെ ബെഡൂർഫിനിസെ. അതിന്റെ മീനിങ് വരുന്നത് സ്പെഷ്യൽ നീഡ്സ് ആണ്. ഇപ്പൊ നമ്മുടെ പേഷ്യന്റിന് ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ പറ്റാത്ത പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ദർ പസിയന്റ് ബെനോട്ടിക് ഹിൽഫെ ബൈം ഔസ്റ്റേ എന്നൊക്കെ പറയാം. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു പേഷ്യന്റിനെ വെച്ചിട്ട്. ആ പേഷ്യന്റിന്റെ പേര് മ്യുള്ളർ എന്നാണ്, 65 വയസ്സുണ്ട്. പേഷ്യന്റ് അഡ്മിറ്റ് ആയത് ഒരു മാർച്ച് 10 വിചാരിക്കുക. പേഷ്യന്റ് അഡ്മിറ്റ് ആവാൻ കാരണം ലങ് എൻസുണ്ടുങ്, അതായത് ഒരു ഇൻഫ്ലമേഷൻ, ലങ്സിൽ ഒരു ഇൻഫ്ലമേഷൻ ആയിട്ടാണ് പേഷ്യന്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. പേഷ്യന്റിന് ഇപ്പൊ കറന്റ്ലി ചുമയുണ്ട്, പേഷ്യന്റിന് ഓക്സിജൻ പോകുന്നുണ്ട്, പക്ഷെ പേഷ്യന്റ് സ്റ്റബീലാണ്, പേഷ്യന്റിനെ എഴുന്നേക്കാനൊക്കെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ഹെൽപ്പ് വേണ്ട ഒരു പേഷ്യന്റ് ആണ്. അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് യൂബർ ഗാബെ ആയിട്ട് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ആയിട്ട് എങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. Guten Morgen, ich übergebe Ihnen den Patienten Müller. Er ist 65 Jahre alt und hat eine Lungenentzündung. Er wurde am 10. März aufgenommen. Der Patient ist aktuell stabil, aber er hat noch Husten und Atemnot. Er erhält Antibiotika und Sauerstoff. Er benötigt Hilfe beim Essen und Trinken. Ich hoffe, das war alles. Haben Sie noch Fragen?
ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു ഫോർമൽ വേ ഓഫ് യൂബകാബെ അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ആണ്. നിങ്ങൾക്ക് എക്സാമിനൊക്കെ പേഷ്യന്റിനെ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ഒരു സ്റ്റാഫ് ആയതിനു ശേഷം കുറേ നാളായിട്ട് ഒരു വാർഡിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഫോർമലായിട്ട് യൂബകാബെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജർമ്മനിയിലുള്ള അല്ലെങ്കിൽ നാട്ടിൽ ഇപ്പോൾ ഇങ്ങോട്ട് ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. See you tomorrow.